ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനൗദ്യോഗികമായി ഈ പാലം സഞ്ചാരത്തിന് തുറന്നു കൊടുക്കുകയാണ് എന്ന് ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ എളങ്കാട് നിവാസികൾക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എളങ്കാട് ടൗണിന് തൊട്ടടുത്തുള്ള എളങ്കാട്ടിലെ ടൗൺ പാലം, അതായത് വെല്ലിയന്തയ്ക്കും എളങ്കാട് ടോപ്പിനും തിരിയുന്ന സ്ഥലത്തിന് തൊട്ടു മുമ്പുള്ള പാലം, അതായത് വെല്ലിയന്ത പാലം. എളങ്കാട് ടൗണിലെ വെല്ലിയന്ത പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. വെല്ലിയന്ത പാലം താൽക്കാലികമായി ജനങ്ങൾക്ക് തുറന്നു നൽകിയിരിക്കുകയാണ്. ഈ കാണുന്ന 2 വാർഡിലെ ജനങ്ങൾക്ക് 1.5 വർഷമായി കിട്ടിക്കൊണ്ടിരുന്ന ഏക ആശ്രയം നടപ്പാലമാണ് ഈ കാണുന്നത്. ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഈ എളങ്കാട് ടൗൺ പാലത്തിനോട് സമീപമുള്ള സുന്ദരമായ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന വളരെ സുന്ദരമായ നാടാണ്. പാലം തുറന്നു നൽകുന്നതോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും, അന്ന് രാവിലെ മുതലുള്ള എല്ലാ സംഭവങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുള്ളായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം കാണുക. അതോടൊപ്പം തന്നെ ഈ പാലം തുറന്നു നൽകിയതോടുകൂടി ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി അടിച്ചു പൊളിച്ചതിലേ കടന്നു പോകാം. കാരണം ഈ പാലം തുറന്നതോടുകൂടി അവർക്ക് വളരെ സിമ്പിളായിട്ട് വാഗമണിന് ഇതുവഴി കടന്നു പോകാം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടെ ടാറിംഗ് ഉണ്ട്. അതിനുശേഷം ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ആ വഴി ബൈക്ക്, അതുപോലെ ജീപ്പുകൾ, പിക്കപ്പ് തുടങ്ങിയ വാഹനങ്ങളെല്ലാം കടന്നു പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓട്ടോറിക്ഷയും കാറും അതുപോലെ ട്രാവലർ പോലെയുള്ള ബസ് പോലെയുള്ള വണ്ടികൾ കടന്നു പോവുകയല്ല. പഴയ ടാറിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിരുന്ന മിറ്റിലെല്ലാം ഇളകി കുറേ റോഡ് പോയിട്ടുണ്ട്. അല്ലാത്തവർക്ക് അടിപൊളിയായിട്ട് പോകാൻ സാധിക്കും. അതുപോലെ ഒത്തിരി കിലോമീറ്റർ ലാഭമുണ്ട്. മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ നേരെ എളങ്കാട് വന്നു കഴിഞ്ഞാൽ, കൂട്ടിക്കൽ വഴി എളങ്കാട് വന്നാൽ എളങ്കാട്ടിൽ നിന്ന് നേരെ വാഗമണ്ണ് പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ വേറെ ഏത് വഴിക്ക് പോകുന്നതിനേക്കാളും മുണ്ടക്കയത്ത് നിന്ന് 18 കിലോമീറ്റർ എളുപ്പത്തിൽ വാഗമണ്ണിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ പാലം ജനങ്ങൾക്കായി തുറന്നു നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവർ താൽക്കാലികമായി ജനങ്ങൾക്ക് തുറന്നു നൽകുന്ന ഈ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ അദ്ദേഹമാണ് എത്തിയത്. ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടെന്ന് ഓർക്കണ്ടേ. കൂട്ടിക്കൽ പഞ്ചായത്തിലെ മെമ്പർമാരുൾപ്പെടെയുള്ള പ്രസിഡന്റ്, മെമ്പർമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഒക്കെ സന്നിഹിതരായിരിക്കുന്നു. നമുക്ക് ആ ഒരു പരിപാടി ഫുള്ളായിട്ട് നമുക്ക് കാണാം.
വീഡിയോ ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഭംഗി, ഗ്രാമീണ ഭംഗി നല്ലതുപോലെ മനസ്സിലായില്ലോ. നമ്മൾ വാഗമണിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഗ്ലാസ് ബ്രിഡ്ജിലും വാച്ച് ടവറിലൊക്കെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്രദേശമാണ് ഈ ഇളങ്കാട് ടൗൺ ഭാഗവും ഇതിൻ്റെ താഴത്തെ ഭാഗവും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് ആസ്വദിക്കാൻ നമുക്ക് ഇതുവഴി വാഗമണ്ണിൽ പോയാൽ കിട്ടുന്ന ഒരു വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയും കൂടെ മുഴുവനായി കണ്ട് ഇതിലെ പോകുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് അടുത്ത യാത്ര ഇതിലെ തന്നെ ആക്കാം എന്നൊക്കെ തീരുമാനിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാ പോലീസ് വാഹനം എത്തിയിട്ടുണ്ട്, പോലീസുകാർ എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ MLA എത്തും. ഈ ചടങ്ങ് ഉടനെ തന്നെ ആരംഭിക്കും. ഞാൻ തിട്ടില്ല, മിനിഞ്ഞാന്ന് ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മറ്റൊരു വികസന പ്രവർത്തനം കൂടി പൂർത്തിയാകുന്നു. ആ, ഈ വാഗമണിന് എളുപ്പ യാത്ര. മനീഷ വിളിച്ച് ചോദിച്ചാൽ അങ്ങനെ സ്ഥലമുണ്ടോ അവിടെ? മനീഷ വിളിച്ച് ചോദിച്ചാൽ പുള്ളിക്കാരൻ റൂട്ടിലാ, വാഗമൺ പുള്ളിക്കാരൻ റൂട്ടിൽ അവിടുന്ന് ഒരാൾ താഴെ ഏത് ഇവർ
സ്നേഹമുള്ളവരെ, നമ്മുടെ നാടിൻ്റെ വലിയ സ്വപ്നമായ എളങ്കാട് ടൗൺ പാലം ജനങ്ങളുടെ സൗകര്യാർത്ഥം ഇന്നു മുതൽ വാഹന ഗതാഗതത്തിനായി താൽക്കാലികമായി തുറന്നു കൊടുക്കുകയാണ്. ചെറിയ ഒരു മീറ്റിങ്ങോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സ്വാഗതം പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് രജനി ശശിധരനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനിയായ നമ്മുടെ ഈ പാലത്തിൻ്റെ താൽക്കാലിക ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ അവർ, നമ്മുടെ പ്രസിഡന്റ് ജോയ് ജോസ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സഹമെമ്പർമാർ, മറ്റേ ഇവിടെ കൂടിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, മറ്റ് സുഹൃത്തുക്കൾ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായിരുന്നു നമ്മുടെ ഈ ഒരു പാലം എന്നിരുന്നത്. ഒട്ടേറെ പ്രതിസന്ധികൾ, അതായത് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കടമ്പയിൽ നിൽക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആരുടെയും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, കാലാവസ്ഥയുടെ സാഹചര്യങ്ങൾ മൂലവും ഒക്കെ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും നമ്മുടെ പാലത്തിൻ്റെ ഈ പണി ഇത്രയും നല്ല രീതിയിലായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇത്രയൊരു ഫണ്ട് ഇവിടെ എത്തിച്ചു തന്ന നല്ല ഒരു പാലം ഇവിടെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് കാരണക്കാരനായ MLA പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ സഹകരിച്ച ഇതിന് പണി കഴിപ്പിച്ച കോൺട്രാക്ടർമാരടക്കമുള്ള മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. നമുക്ക് ഇന്ന് മുന്നോട്ടുള്ള പണികളെ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. ഇപ്പോൾ താൽക്കാലികമായ ഗതാഗത സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചടങ്ങ് നടത്തുന്നത്. ഇതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ കുട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജോ ജോസ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ MLA ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സഹമെമ്പർമാർ, അതുപോലെ ജില്ലാ മെമ്പർ അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ അടക്കമുള്ള മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, കോൺട്രാക്ടർമാർ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഏറെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ, ഏറെ ബഹുമാനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ, ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പൊതുപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ച് എളങ്കാട് ടോപ്പ് നിവാസികളെ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ആ മേഖലയിലെ ജനങ്ങൾ, നെല്ലിയാന്ത് ഉൾപ്പെടെയുള്ള വാക്കര ഉൾപ്പെടെയുള്ള മേഖല ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് നമ്മൾ വാക്കുകൾ പറഞ്ഞാൽ ഒതുങ്ങാത്ത ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ 2021 ഒക്ടോബർ 16 ഉണ്ടായ വലിയ പ്രളയത്തിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളായി ഉണ്ടായിരുന്ന പാലങ്ങളും നടപ്പാലങ്ങളും എല്ലാം ഒലിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ടായി. അത് നമ്മൾ ഒന്നേയൊന്ന് ആരംഭിച്ച് നമ്മൾ ഘട്ടഘട്ടമായി ഓരോന്നും വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മ്ലാക്കരപ്പാലം നമുക്ക് കഴിഞ്ഞ വർഷം പണി പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷമാണ് നമ്മൾ എളങ്കാട് പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പാലം പൊളിച്ചു നീക്കി പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു. പക്ഷേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം നമുക്ക് ദീർഘമായ മഴക്കാലം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ ഉദ്ദേശിച്ച രീതിയിൽ സമയബന്ധിതമായ ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെട്ടു. അതിനുശേഷം നമുക്ക് ഈ ജനുവരി മാസം ആദ്യമാണ്, ജനുവരി 7-ാം തീയതിയോടുകൂടിയാണ് ഈ വർഷം പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, വളരെ വിപുലമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്ന ഒരു കലുമ്പ് രൂപത്തിലുള്ള പാലമല്ല, വളരെ ബൃഹത്തായ രീതിയിലുള്ള വലിയ നീളവും വീതിയും പൊക്കവുമൊക്കെയുള്ള നല്ല ഏത് പ്രശ്നങ്ങളുണ്ടായാലും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിലെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ള കരുത്തുറ്റ ഒരു പാലമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നമുക്കറിയാം, വളരെ വിനോദസഞ്ചാര മേഖലയായ
വാഗമണ്ണിൻ്റെ തുടക്കമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്രയധികം 2.5 കോടി രൂപ ചെലവഴിച്ച് ഇത്രയും വിപുലമായ ഒരു പാലം നിർമ്മാണത്തിന് ബഹുമാനപ്പെട്ട MLA നേതൃത്വം കൊടുത്തത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേക പ്രേരണയാലും അവരുടെയൊക്കെ സഹായത്താലാണ് നമുക്ക് മനോഹരമായ പാലം ഇവിടെ പൂർത്തീകരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഉപരിതല ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാകുവാനുണ്ട്. നമ്മുടെ ഇവിടുത്തെ മഴക്കാലം നമുക്കറിയാം ദീർഘമായി നിൽക്കുന്ന മഴക്കാലമാണ്. ആ സമയത്ത് ആ ജോലികൾ പൂർത്തിയാകുവാനായിട്ടുള്ള തടസ്സമുള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് നമുക്ക് അത്യാവശ്യ വാഹന സൗകര്യങ്ങൾ ഇതുവഴി നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. ബസ് ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഒട്ടേറെ വിമർശനങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഈ മേഖലയിലെ ജനങ്ങൾക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്, ആരുടെയും കുഴപ്പമല്ല. കാരണം അവരനുഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു കാര്യം ഗതാഗത സൗകര്യം ഇല്ലെന്നായി പോവുകയും ത്വരിതഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അത് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ജനപ്രതിനിധികളോടും അധികാരികളോടുമൊക്കെ പരാതികൾ പറയുകയും പരിഭവങ്ങൾ പറയുകയും സമരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ തികച്ചും ന്യായമാണ്. ഇവിടെ ആവശ്യം സൂചിപ്പിച്ചതുപോലെ ആരുടെയും പ്രത്യേകമായ ഒരു ശ്രദ്ധക്കുറവോ അശ്രദ്ധയോ ഒന്നുമല്ല ഇത് ഇത്രയും വൈകാനിടയായത്. സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകളും ഒക്കെയാണ് അതിനിടയായതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത്രയും നാൾ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബൃഹത്തായ പാലം, നമ്മുടെ പഴയ പാലം മാറ്റി നല്ല രീതിയിലുള്ള പുതിയ പാലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അതിന് ഓരോ സമയത്തും അതിന് നേതൃത്വം കൊടുക്കുകയും സമയാസമയങ്ങൾ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്കും കോൺട്രാക്ടർക്കും ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ ബഹുമാനപ്പെട്ട ഊഞ്ഞാലിൻ്റെ MLA ഇവിടെ വന്ന് പലപ്പോഴും വന്നുകൊണ്ട് സന്ദർശിക്കുകയും നേതൃത്വം കൊടുക്കുകയുണ്ടായി. സാറിനെ പ്രത്യേകമായിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ തുറന്നു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പിഴപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് സാധാരണ പാലം പണി പൂർത്തിയായെങ്കിൽ മാത്രമേ ഇങ്ങനെ തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നമുക്ക് ഉണ്ടായപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പരിഹരിക്കാൻ വേണ്ടി ഇനിയും നോക്കി നിൽക്കാനാവില്ല. നമുക്ക് സ്കൂൾ തുറന്ന അവസരത്തിൽ തുറന്നു കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ സമയത്തുള്ള ആ കാലാവസ്ഥയുടെ പ്രതികൂലം നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം. അതിനെ പണി പൂർത്തിയാകേണ്ടത് നോക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ പഞ്ചായത്തിൽ കൂടിയ സർവകക്ഷി യോഗത്തിൽ വെച്ച് 25-ാം തീയതി രാവിലെ മുതൽ വാഹന ഗതാഗതത്തിനുള്ള സർവകക്ഷി തീരുമാനമെടുത്തത്. ആ സർവകക്ഷി യോഗത്തിലും അതുപോലെ തന്നെ താൽക്കാലികമായി കാണെങ്കിലും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തി ഇവിടെ വന്ന ബഹുമാനപ്പെട്ട MLAയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുധാകരൻ ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, വ്യാപാരി വ്യവസായികൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ MLA ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മഴയില്ല, കയറി നിന്നാലോ ഇങ്ങോട്ട്. മഴയില്ല സാറേ, മഴയില്ല, കയറി നിന്നാലോ. അവിടെ ഇരുട്ടാ പുറവശമല്ല. വണ്ടി ഇവിടെ നിർത്തിക്കോ. അല്ല നേരം ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോസ് മുണ്ടുപാലം, വൈസ് പ്രസിഡന്റ് ബഹുമാന്യയായ രജനി സുധീർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ സുഭേഷ് സുധാകരൻ, മറ്റ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ സജിമോൻ, ശ്രീമതി സിന്ധു മുരളീധരൻ, ശ്രീമതി ജെസി ജോസ്, ശ്രീ വിനോദ്, ശ്രീ മോഹനൻ, ശ്രീ ഹരിഹരൻ, മറ്റ് പൊതുപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു നാടിൻ്റെ ദുരിതം പര്യവസാനം കുറിക്കുന്ന ഒരു സുന്ദര നിമിഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുക. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു 2021 ഒക്ടോബർ 16-ാം തീയതി ഉണ്ടായ
മഹാപ്രളയവും ദുരന്തങ്ങളും. നമ്മുടെ ഏതാനും സഹോദരങ്ങൾ ആ ദുരിതത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ നാടിന് സംഭവിച്ചു. അത് പൊതുമുതലുകൾ നശിച്ചു. വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങൾ ജനങ്ങൾക്കുണ്ടായി. അതെല്ലാം കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ട ജീവൻ ഒഴികെ ബാക്കി എല്ലാ നഷ്ടങ്ങളും നമ്മൾ വളരെ മികച്ച രീതിയിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് നല്ല നിലയിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഏന്തയാർ പാലം മുക്കളത്തേക്കുള്ളത് തുറന്നു കൊടുത്തു കഴിഞ്ഞു. തൊട്ടപ്പുറത്തുള്ള നാക്കര പാലം മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മൂപ്പൻമല പാലത്തിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ഇതനുസരിച്ച് ഇത് പ്രകാരം പാലങ്ങളോടൊപ്പം മറ്റ് റോഡുകൾ, നമുക്കറിയാം ഈ ഇളങ്കാട്ടിലേക്ക് എത്തുന്ന മുണ്ടക്കയത്തുനിന്നുള്ള റോഡ് തകർന്ന് തരിപ്പണമായിരുന്ന റോഡാണ്. ആ റോഡ് നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിയും. നമ്മുടെ വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ നമ്മൾ തുറന്ന് പ്രവർത്തിപ്പിക്കുകയാണ്. നമ്മുടെ ആശുപത്രി 5 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒട്ടേറെ സംരക്ഷണ ഭിത്തികൾ നമ്മൾ നിർമ്മിച്ച് വീടുകൾക്കും കൃഷിഭൂമികൾക്കും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് മറ്റൊട്ടേറെ റോഡുകൾ, ഞാൻ എല്ലാത്തിലേക്കും വിശദമായി പോകുന്നില്ല. ഇളങ്കാട് പാലം തകർന്നതോടുകൂടി ഏറ്റവും ദുരിതം അനുഭവിച്ചത് വലിയന്തയിലും ഇളങ്കാട് ടോപ്പിലും മൂപ്പൻമലയിലും ളാക്കരയിലും ഒക്കെയുള്ള പാവപ്പെട്ട ജനങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കഴിഞ്ഞ കുറെ നാളുകളായി നിഷേധിക്കപ്പെട്ട ഒരു ദുസ്ഥിതിയിലാണ് ഈ നാട് കഴിഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തും ഗവൺമെന്റും എല്ലാം മുൻകൈയെടുത്ത് അതിനെല്ലാം പരിഹാരമുണ്ടാക്കിക്കൊണ്ട് വരുന്നതിന്റെ ഭാഗമായി ഈ ഇളങ്കാട് പാലം 2.25 കോടി രൂപ വിനിയോഗിച്ച് ഈ പാലം നിർമ്മാണത്തിന് ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിന്റെ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് സൂചിപ്പിച്ചതുപോലെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ തക്ക രീതിയിൽ ഇതിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല. ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇനി അവശേഷിക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലുള്ള അവസാനവട്ട പണികൾ പലതും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് അത്യാവശ്യം റോഡ് പാലം ഉപയോഗക്ഷമമായതോടുകൂടി സഞ്ചാരയോഗ്യമായതോടുകൂടി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കണം. കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ മഴയത്ത് നടത്താൻ കഴിയില്ല. അപ്പൊ അതടക്കമുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധിച്ച് ഒരു സംരക്ഷണ ഭിത്തി ഇറിഗേഷൻ വകുപ്പിൽ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ കെട്ടുന്നതിന് ഈ വെള്ളം അല്പം കുറയാതെ അതിന്റെ ഫൗണ്ടേഷൻ ഇടാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ പൂർത്തീകരണത്തിനുള്ളപ്പോഴും ആ പൂർത്തീകരണം പിന്നാലെ അനുയോജ്യമായ സാഹചര്യത്തോടുകൂടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം ഔപചാരിക ഔദ്യോഗികമായ ഉദ്ഘാടനം പിന്നാലെ ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അത് പിന്നാലെ ഉണ്ടാവും. ഏതായാലും പാലവും ഒക്കെ അതേ രീതിയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ നാട്ടുകാരുടെ പ്രത്യേകിച്ച് ഇളങ്കാട് ടോപ്പ്, വലിയണ്ട, നാക്കര, മൂപ്പൻമല തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് അനൗദ്യോഗികമായി ഈ പാലം സഞ്ചാരത്തിന് തുറന്നു കൊടുക്കുകയാണ് എന്ന് ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം ഇതിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇതുവഴി വാഗമണിലേക്കുള്ള റോഡ് ഈ ഗവൺമെന്റ് കാലത്ത് 2 ഘട്ടങ്ങളിലായി 17 കോടി രൂപ വലിയന്തയിൽ നിന്നും വാഗമണ്ണിലേക്ക് എത്തുന്നതിനുള്ള റോഡിന് അനുവദിച്ചിരുന്നു. അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നടപടിക്രമങ്ങളിലും മറ്റ് അല്പം കാലവിളംബം വന്നു. അതിനേക്കാൾ ഈ പാലം പൂർത്തിയായാൽ മാത്രമേ റോഡ് നിർമ്മാണം നടത്തിയുള്ളൂ. കാരണം മെറ്റീരിയൽസ് അടക്കം അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് അക്കാര്യത്തിൽ അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അത് ടെൻഡർ നടപടികളിലേക്ക് എത്തത്തക്ക വേണം അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും പരമാവധി വേഗത്തിൽ വലിയന്തവരെ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ BMBC റോഡ് വാഗമണ്ണിൽ എത്തിച്ച്
പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഉണ്ടക്കയത്ത് നാഷണൽ ഹൈവേയിൽ നിന്നും ഏതൊരാൾക്കും ഈ അലങ്കാട് ടൗണിലൂടെ വന്ന് വന്യന്തവരിൽ വാഗമണ്ണിലെത്താനുള്ള വിശാലമായ ഒരു യാഥാർത്ഥ്യമാക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും സാക്ഷി നിർത്തി അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക കൂടിയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. താൽക്കാലികമായി ഈ പാലം ഉപയോഗക്ഷമമായി തുറന്നു കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് ഈ പാലം ഗതാഗതയോഗ്യമായതുകൊണ്ട് തന്നെ പൂപ്പൽപ്പാല പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും. കാരണം സാധനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കണം. ഈ പാലത്തിനോടനുബന്ധിച്ചുള്ള സംരക്ഷണ ഭിത്തി പൂർത്തീകരിക്കാൻ കഴിയും. കാരണം അങ്ങേക്കരയിലേക്ക് സാധനങ്ങൾ എത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഗമൺ റോഡിന്റെ പൂർത്തീകരണവും എത്തിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ നാടിന്റെ ആഗ്രഹവും താല്പര്യവും പരിഗണിച്ചുകൊണ്ട് യഥാവിധി നടത്തുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. ഇവിടെ തന്നെ നിൽക്കാം അല്ലേ? റോഡിൽ മാറി ഹലോ ഇത് വേറെ മോട്ടറിലായിരുന്നു നോക്കട്ടെ. പിന്നെ ആവശ്യം വെള്ളം അതൊന്നും പോരെ. ഇനി നേരെ താഴോട്ട് പോകും. തുറക്കണോ?
അതിൻ്റെ മാറ്റം നോക്കണേ. തിരിച്ചല്ല കഥ ഇതാ എളുപ്പം കയറിപ്പോല്ലേ? ആ കയറിപ്പോ ശരി സാർ. ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഇപ്പോൾ. ആ ഗ്ലാസ് ഒന്ന് മടക്കി വെച്ചിരുന്നേ. ഓ ഇന്നുണ്ട് കുഴപ്പം. ഞാൻ ഹെൽമെറ്റ് വെച്ചോ. ആ മരുന്ന് മേടിക്കണ ഒരു 10 വിളിച്ച് 280 രൂപയാണ്. 10 വിളിച്ച് ഒരു ദിവസം എല്ലാം ലൈവ് ഇട്ടായിരുന്നു.
la 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 la